ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ്. പൊറോട്ട, ചപ്പാത്തി, ദോശ, ഇടിയപ്പം, ഗീ റൈസ് എന്നിവയോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. ഇടിയപ്പത്തിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കറിയായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റുണ്ട്. ഒന്ന് ഉണ്ടാക്കി നോക്കാം നമുക്ക്. പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിരിക്കും. അത് ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് കുരുമുളക്, ഗ്രാമ്പു, പട്ട എന്നിവ ചേർത്ത് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം കറിക്ക് ആവശ്യമായിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. 10-15 പേർക്ക് ഉണ്ടാക്കുന്ന കറി അതിന് കുറച്ചധികം സവാള എടുത്തിട്ടുണ്ട്. 1-2 പേർക്കാണെങ്കിൽ 4-5 സവാള മതിയാകും. ഇനി സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള കുറച്ചൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ അരച്ചത് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കുക. ഇനി കറിയിലേക്ക് ആവശ്യമായ തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുകയല്ല. തക്കാളി മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ജ്യൂസ് രൂപത്തിൽ അരച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഒന്ന് അരച്ചെടുത്ത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാളയും തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായി അടിപൊളിയായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എരിവിനാവശ്യമായ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചെറുതാക്കി കട്ട് ചെയ്തെടുത്ത ചിക്കനാണ്. കറിക്കൊക്കെ ഏറ്റവും നല്ലത് ചെറുതാക്കി കട്ട് ചെയ്തെടുത്ത ചിക്കനായിരിക്കും. ഈ ചിക്കൻ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ചിക്കൻ വേവുന്ന സമയം കൊണ്ട് ഇനി മറ്റൊരു പരിപാടിയുണ്ട്. ഒരു പാനിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കുക. തുടരെ ഇളക്കി കൊടുത്ത് വറുത്തെടുക്കണം. തേങ്ങ പകുതി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയ ജീരകവും ചെറിയ ജീരകവും കുറച്ച് അണ്ടിപ്പരിപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ വറുത്തെടുക്കുക. ഇപ്പോൾ തേങ്ങ നന്നായി വറുത്തെടുത്ത് അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കണം. ചിക്കനൊക്കെ ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇനി വറുത്തെടുത്ത തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കുക. എന്നിട്ട് ചിക്കൻ നന്നായി വെന്തതിൻ്റെ ശേഷം മാത്രം തേങ്ങ അരപ്പ് ചേർത്തതിന് ശേഷം അധികം തിളപ്പിക്കാൻ പാടില്ല. ചെറിയൊരു തിള വന്നതിൻ്റെ ശേഷം തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ കുറുമയുടെ ഏകദേശ പണിയൊക്കെ കഴിഞ്ഞു. ഇനി അവസാനമായിട്ട് ചെയ്യാനുള്ളത് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി മൂപ്പിച്ചെടുത്ത് ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറുള്ളി ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുത്തൊന്ന് എടുക്കുക. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയുള്ളി കളർ മാറി വന്നതിൻ്റെ ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ അടിപൊളി ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്. കുറുമ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നല്ല ഗ്രേവി ടൈപ്പിലാവാൻ ശ്രദ്ധിക്കുക. വെള്ളം അധികമായി കഴിഞ്ഞാൽ കുറുമയുടെ ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോകും. വെള്ളം അധികം ചേർക്കാതെ ഇതുപോലെ കറി ഉണ്ടാക്കിയാൽ ചിക്കൻ കുറുമ വേറെ ലെവലായിരിക്കും. അടിപൊളി കറിയാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.